രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് നല്ല ഉഗ്രനായിട്ടുള്ള ഒരു സ്നാക്സാണ്. പഴം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പഴമൊക്കെ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ബനാന ബോൾസ് ചെയ്യാനായിട്ട് ഞാൻ എന്നെടുത്ത് 2 വലിയ നേന്ത്രപ്പഴം കേട്ടോ, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഈ പഴം ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം. പഴം ഒന്ന് വാടിയ ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഇനി ഈ പഴം നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുകയാണ്. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ മിക്സ്. നന്നായി മാഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഇല്ലാതെ വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഈ കടായിയുടെ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കടകോലാവുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കണം ഈ ഡോ ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഈ ഡോയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഇതെങ്ങനെ ഉരുട്ടാനായിട്ട് നോക്കണ സമയത്ത് ഒട്ടാൻ പാടില്ല, നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാവണം. അതിന് ശേഷം ചെറിയ ബോൾസായിട്ട് നമുക്കിതുപോലെ ഉരുട്ടി വെക്കണം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒട്ടണ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യ് കയ്യിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ പഴം കൊണ്ടുള്ള കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതൊക്കെ കാണുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് വളരെ ഈസിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് പല വെറൈറ്റീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ചെയ്ത് ഇടുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടി ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 11 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ ഒരു അപ്പക്കാരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിന് പകരം എണ്ണ ഒഴിക്കുക കേട്ടോ, പക്ഷേ എന്നാലും നെയ്യുടെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകതയാണല്ലോ. അതിന് ശേഷം നമുക്കതിലേക്ക് ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. പ്രത്യേകിച്ച് വേവാനൊന്നുമില്ലല്ലോ, അകത്ത് തേങ്ങ ബ്രെഡ് ക്രംസ് ഒക്കെ തന്നെയല്ലേ, പഴം പിന്നെ ഒന്ന് നമ്മൾ വാട്ടിയെടുത്തതുമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ആവണ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലായിടത്തും നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ബാച്ചും ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം എടുത്ത ബാച്ച് ഉണ്ടല്ലോ, അത് നല്ല ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയത് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ ചെരുവിയത് ഞാൻ ഒന്ന് ഫ്രൈങ് പാനിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടിയ പോലെ ആവും. അപ്പോൾ ഇത് ഞാൻ വെറും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യണം കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ, വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ തേങ്ങ മാത്രമായിട്ട് ഇട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.